അറിയാം ഈ വിപഞ്ചികയുടെ മരണം, സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ളായ വിപഞ്ചികയുടെ മരണം, ഗാർഹിക പീഡനത്തെ തുടർന്നുണ്ടായ വിപഞ്ചികയുടെ മരണം. അപ്പോൾ ഈ വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിതീഷിനെ ഉടൻ തന്നെ നാട്ടിലെത്തിച്ച് മൊഴിയെടുക്കും. അന്വേഷണ സംഘം വിപഞ്ചികയുടെ ഫ്ളാറ്റിലെ ഹോം മെയ്ഡിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. ഷാർജയിലെ കേസ് വിവരങ്ങൾ കൈമാറാൻ കോൺസുലേറ്റിനെ സമീപിക്കുകയും ചെയ്യും. അന്വേഷണം കൃത്യമായ രീതിയിലെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കൃത്യമായ ദിശയിൽ തന്നെയാണ് ഈ കേസിൻ്റെ ഗമനം ഉള്ളത്. ലുക്കൌട്ട് നോട്ടീസ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ലുക്കൌട്ട് നോട്ടീസ് അതനുസരിച്ച് ഇൻ്റർപോളിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായ അതിൻ്റെ കൽപ്രിറ്റ്സിലോട്ട് അന്വേഷണം നീളും, അറസ്റ്റ് ഉണ്ടാവും, കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ സംസാരിച്ചത്. പ്രോസിക്യൂട്ടറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഷമീറിനോട് ചോദിക്കാം. കൊല്ലത്തുനിന്ന് ഷമീർ ചേർന്നുകൊണ്ട് നമുക്കിപ്പം. ഷമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കേസ് അന്വേഷണം ഏതുവരെ എത്തി നിൽക്കുന്നു? ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ്. 2025 ജൂലൈ 9-നാണ് വിഭഞ്ചികയുടെ മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ മരണം സംഭവിച്ച ശേഷം ആദ്യം ആ ഫ്ളാറ്റിലേക്ക് എത്തിയത് തിരുവല്ല സ്വദേശിയായ ഹോം മെയ്ഡാണ്. ഈ ഹോം മെയ്ഡിനെയാണ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. ഇതിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക തെളിവെന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് വിഭജിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ്. ആ ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് മരണം സംഭവിച്ച ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതിലും ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ഈ മൊബൈൽ ഫോൺ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പരിശോധിക്കാനായത്. പക്ഷേ വിഭജികയുടെ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. അത് തിരിച്ചെടുക്കാൻ ഈ നിതീഷിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ നിതീഷ് ഇപ്പോൾ വിദേശത്താണ്, ദുബായിലാണ് ഉള്ളത്. നിതീഷിനെ നാട്ടിലെത്തിക്കാനാണ് അതിന് നടപടിക്രമമായ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഈ ലുക്കൌട്ട് നോട്ടീസ് നിതീഷ് കൈപ്പറ്റിയ ശേഷം നിതീഷിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തും. എന്തായാലും നിലവിൽ ഇപ്പോൾ നിതീഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ഈ കേസ് വിശദമായി പഠിച്ച് വേണം കോടതിയിൽ അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. ഷാർജയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാർജയിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാർജയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്ത് ഞെരിഞ്ഞു മുറുകി ഞരമ്പ് പൊട്ടി തലച്ചോറിലേക്ക് ഇത്തരത്തിൽ ഓക്സിജൻ ചെല്ലാതെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്നാണ് ഷാർജയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത്തരത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ച് ശ്വാസം കിട്ടാതെ മരിച്ചു എന്നാണ്. മറ്റ് മുറിവുകളൊക്കെ, ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളൊക്കെ എംബാം ചെയ്തപ്പോൾ ഉണ്ടായ മുറിവുകളാണ് എന്നാണ് നിരീക്ഷണം. എന്തായാലും നിതീഷിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിതീഷിന്റെ സഹോദരി നീതു, അച്ഛൻ മോഹനൻ തുടങ്ങിയ ആളുകളെയും നാട്ടിലെത്തിച്ച് ഈ കേസിൽ ഇവർക്കൊക്കെയുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവരിൽ നിന്നൊക്കെ കൊടിയ പീഡനം അനുഭവിച്ചിരുന്നതായി ഈ കുട്ടിയുടെ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്, എന്തുമാത്രം പീഡനം പെൺകുട്ടി നേരിട്ടിരുന്നു എന്നതിന്റെ നേർചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്